അങ്ങനെ അക്ബറിൻ്റെ അടുത്ത് ആ ഞെട്ടിക്കുന്ന സത്യം ആതിര പറഞ്ഞിരിക്കുകയാണ്. ആതിരയാണ് അക്ബറിൻ്റെ പാവ മോഷ്ടിച്ചതെന്നുള്ള സത്യം. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ അക്ബർ ഭയങ്കര സെൻറ്റിയായി കരച്ചിലൊക്കെ തുടങ്ങി. കാരണം ഷാനവാസ് കളിക്കാതിരുന്നിട്ട് ഷാനവാസ് പോയിൻ്റ് കിട്ടിയില്ല. ഇപ്പം അക്ബർ കളിച്ചിട്ട് പോലും അക്ബറിന് പോയിൻ്റ് ഇല്ല എന്നുള്ള അവസ്ഥയാണല്ലോ ഉള്ളത്. അതായത് അക്ബർ എടുത്ത എഫേർട്ട് ഒന്നുമില്ലാതായി പോയി എന്ന് പറഞ്ഞിട്ട് അക്ബർ കരയാണ് ചെയ്യുന്നത് ഇവിടെ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വന്തം എഫേർട്ട് ഒരിടത്തും എത്താതെ പോകുമ്പോൾ വിഷമമാകുന്നുണ്ട് അക്ബറിന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവരുടെ കാര്യം ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കണം. കാരണം ഇതേപോലെയാണ് ഡാൻസ് മാരത്തോൺ ടാസ്കിൽ. ഈ ഡാൻസ് മാരത്തോൺ ടാസ്കിൽ ഒന്നും ചെയ്യാതിരുന്ന വ്യക്തികളാണ് അക്ബറും നെവിനും. എന്നിട്ട് കഷ്ടപ്പെട്ട് അനുമോള് നല്ലപോലെ കളിച്ചപ്പോൾ അവളെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവർ കളിച്ച നാടകം, സ്വന്തം നാടകം ഓർമ്മയുണ്ടല്ലോ. അക്ബർ നെവിനും കൂടെ അത്രയും കോയിൻസ് വെച്ച് ആര്യനെ ഫസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അനുമോളുടെ എഫേർട്ട് ഒന്നുമില്ലാതായി. അപ്പോൾ അതുപോലെ തന്നെ തലേ ദിവസം ആ ടാസ്കിൻ്റെ ഇടയിൽ അനീഷ് കുറേ ബോൾ കളക്ട് ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്താണ് ആ ടാസ്ക് റദ്ദാകുന്നത്. അപ്പോൾ അനീഷ് അത്രയും ഇട്ട് എഫേർട്ട് തേച്ചു ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അനീഷിനുണ്ടായ വിഷമം അത് ഒരു ഡ്രാമ മാത്രമാണെന്ന് പറഞ്ഞിട്ട് അക്ബർ ചിത്രീകരിക്കുകയാണ് ഉണ്ടായത്. അന്ന് ചിരിച്ചു തള്ളി, എടാ മോനെ നോക്കടാ, ഡ്രാമ എന്ന് പറഞ്ഞിട്ട് ആര്യനെ വിളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ ഇടുന്നത് എഫേർട്ട് തന്നെയാണ്. അത് ഒന്നും അല്ലാതായി പോകുമ്പോൾ അവർക്കും അതേ ഫീലിങ്സ് തന്നെയാണ് വരുന്നതെന്ന് അക്ബർ ആദ്യം മനസ്സിലാക്കണം. സ്വന്തം നേരെ വരുമ്പോൾ മാത്രമല്ല ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെ തന്നെയാണ് ഓരോരുത്തരും കരയുന്നത്. അപ്പോൾ അതൊക്കെ ഡ്രാമ എന്ന് പറഞ്ഞ് കളിയാക്കുക. ആദ്യം ബാക്കിയുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. സ്വന്തം കാര്യം മാത്രം സെൽഫിഷ് തോട്ടാണ് അക്ബറിനുള്ളത്. പിന്നെ എന്ത് തെറ്റ് ചെയ്താലും അത് വളച്ചൊടിച്ച് വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വെള്ള പൂശാനുള്ള നല്ലൊരു കഴിവ് അക്ബറിനുണ്ട്. അത് വെച്ചാണ് അക്ബർ അവിടെ ഓരോരുത്തരെയും പിന്നെ അവൻ്റെ സ്വന്തം തെറ്റ് പിന്നെ വളച്ചൊടിച്ച് വെള്ളപൂശി കൊണ്ടുവരുന്നത്. ബാക്കിയുള്ളവർ ചെയ്യാത്തത് പോലും ചെയ്തു എന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. ഇപ്പം ഇന്നലത്തെ കേസിലാണെങ്കിൽ ആദ്യത്തെ 2 ടാസ്കിൽ അനുവിന് പാവ കുറച്ച് കിട്ടിയുള്ളെങ്കിലും ലാസ്റ്റത്തെ ഇതിൽ പാവ കുറേ കളക്ട് ചെയ്ത് അനു സെക്കൻഡ് പൊസിഷനിലെത്തി. അപ്പോൾ ഇത് അംഗീകരിക്കാൻ അക്ബറിന് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഓരോന്നങ്ങ് പറയും. ഇവർ 3 പേര് സ്ത്രീകൾ പോലും ഇത്രയും പരദൂഷണം പറയുന്നത് തോന്നുന്നില്ല. അതിലും കൂടുതൽ പരദൂഷണമാണ് നെവിനും ആര്യനും അക്ബർ എന്ന് പറഞ്ഞ് ഈ ഗ്യാങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുമോളാണ് പാവ എടുത്തതെന്നുള്ള ഒറ്റ ഇതിലാണ് അനുമോൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് സംസാരമാണ്. അത് ഒരു തെളിവുമില്ല. ഈ പറയുന്ന ഇവന്മാർ നല്ലതായിരുന്നെങ്കിലോ അല്ല. കാരണം ലക്ഷറി കിട്ടിയ പാല് ആരും അറിയാതെ രാത്രി ചായ ഇട്ട് കുടിച്ച ശേഷം എടുത്തില്ല എന്ന് പറഞ്ഞ കള്ളന്മാരാണ് ഇവർ 3 പേരും. എന്നിട്ട് ബാക്കിയുള്ളവർ ചെയ്തില്ലെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിങ്ങനെ ഈ അനീഷ് ഉറക്കെയാണ് പറയുന്നതെങ്കിൽ ഇവരിങ്ങനെ പതുക്കെ പരദൂഷണം പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ് കള്ളത്തരങ്ങൾ. അനുവാണ് കട്ടതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരാളുടെ എഫേർട്ട് ഇല്ലാതാവുമ്പോൾ ഉള്ള വിഷമം ഇപ്പോൾ അക്ബറിന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആരെ കൊന്നിട്ടാണെങ്കിലും ജയിക്കണം എന്നുള്ള അതാണ് ഇവിടെ എത്താതായി പോയത്. കാരണം പിന്നെ അക്ബറിൻ്റെ അനുമോളുടെ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കാം. ടാസ്ക് തുടങ്ങിയിട്ട് പോലും ഇല്ല. അതിനു മുമ്പാണ് യുവമാരെല്ലാം കൂടി തള്ളി അനുവിൻ്റെ ദേഹത്തോട്ട് വീഴുന്നത്. ആര്യനാണ് അതിൻ്റെ പുറകിൽ ചുക്കാൻ പിടിച്ചതെങ്കിലും അക്ബറിനെയാണല്ലോ തള്ളിയിടുന്നത്. അപ്പോൾ അക്ബറിനെ കുറച്ചും കൂടി മാറി നിൽക്കാം. അതായത് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അനുവിൻ്റെ ദേഹത്തോട്ട് തട്ടി കീറിയ ശേഷമാണ് അനു ഒരു മോശം രീതിയിൽ സംസാരിക്കുന്നത് തന്നെ. അതുമാത്രം ഗെയിം സ്റ്റാർട്ട് ചെയ്ത ശേഷം അനുവിനെ ആ റോളർ ഇതിനകത്തേക്ക് മൂക്കിടിച്ച് പരത്തിയത്. എന്താ പറയുക, ഒരു ടിപ്പർ തവളയുടെ ദേഹത്ത് കയറി ഇതാക്കിയ പോലെ അനുവിനെ അതിൻ്റെ ഇടയിൽ കിടത്തി അങ്ങ് ചതച്ചരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു മാനസിക പരിഗണന ആവാം. അതായത് അക്ബറിന് ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ ഇവിടെ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ ചതയുന്ന പോലെ. പക്ഷേ ഒരു മാനസിക പരിഗണനയും അവിടെ കൊടുത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ കുറച്ചെങ്കിലും സിൻസിയറായി കുറച്ചൊരു സത്യസന്ധതയായിട്ട് പാലിക്കണം. എന്നാൽ മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒന്നും ആകാതായി പോയത്. അത് ഇട്ടത് തെറ്റും നഷ്ടപ്പെട്ടത് പോയത് അതുകൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.